ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നരേൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നരേൻ്റെ ദേഹത്തോട്ട് ഒരു ഒരു ഗൺ ഉപയോഗിച്ചിട്ട് കാവേരി ഒരു അമ്പ് ചെയ്യുന്നുണ്ട്. അത് ഒരു വെടി വെക്കുമ്പോൾ ഒരു അമ്പ് പോലത്തെ സാധനം ശരീരത്തിൽ വന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ നരേൻ ഇങ്ങനെ ചുറ്റും നോക്കേണ്ടത് ഇത് ആരാണ് തന്നോട് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തത്, ഈ കുട്ടികൾ ചെയ്തതെന്ന് വിചാരിച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ബാക്കിൽ നമ്മുടെ ഗായത്രിയുടെ ഭർത്താവ് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ നരേൻ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് പറയും, എന്താ ചെറിയച്ച ഇങ്ങനെ ഈ പ്രായത്തിലാണ് കുട്ടികളി മാറിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആ അമ്പ് എടുത്തിട്ട് ഗായത്രിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ പോവാണ്. അപ്പോൾ ഇയാൾക്കതൊന്നും മനസ്സിലായില്ല, എന്താ ഇവൻ പറയുന്നത്. ഈ കയ്യിൽ അപ്പോൾ ഈ അമ്പ് പോലത്തെ സാധനം ദേവരാജൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശിവരാജൻ്റെ കയ്യിൽ. അപ്പോൾ ശിവരാജൻ ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചെന്നൊക്കെ അറിയാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കാവേരിയുടെയൊക്കെ താമസിക്കുന്ന ഔട്ട് ഹൗസിലോട്ട് പോവുകയാണ്. എന്നിട്ട് കാവേരിയോട് ചോദിക്കും, ഗായത്രി വന്നിട്ടുണ്ടോ ഇവിടെ, ഞാൻ അവളെ കാണാതെ അന്വേഷിച്ച് വന്നതാണ് എന്ന്. അപ്പം നമ്മുടെ കാവേരി പറയും, ആ വന്നിട്ടുണ്ട്, അകത്ത് അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ അകത്തുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവളുടെ കയ്യിലെ ഗണ്ണ് ശിവരാജൻ കാണുകയാണ്. അപ്പോൾ ശിവരാജൻ പറയും, ഈ വക കളിയൊന്നും നരേൻ്റെ അടുത്ത് കാണിക്കേണ്ട കേട്ടോ, കാരണം നരേന് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തന്നെ പ്രാന്താണ്. അവൻ സ്ത്രീകളോട് അത്രയും ദേഷ്യപ്പെടുന്ന ആളാണ്, ഒരു മയവും മര്യാദയില്ലാത്ത മനുഷ്യനാണ് എന്നൊക്കെ പറയുകയാണ്. ഇപ്പം നോക്കിതേ അവനവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്താണെന്ന് ഉറപ്പാണ്, അതാണ് അവൻ അത്രയും അവരോട് വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ പറയാണ്. അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ഗായത്രി വരും. അപ്പോൾ ഗായത്രി വന്നു കഴിഞ്ഞാൽ ഗായത്രി ചോദിക്കും, എന്താ ശിവേട്ട അയൽപ്പക്കക്കാരെയൊക്കെ പരിചയപ്പെട്ടോ എന്ന്. അപ്പോൾ പറയും, ആ ഇല്ല പരിചയപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷേ ഇനിയും പരിചയപ്പെടാൻ ഒത്തിരി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലോട്ട് തിരിച്ചു പോകണം. അങ്ങനെ അവർ പോയതിന് ശേഷം ഈ പിള്ളേരെല്ലാവരും കൂടി പറയുന്നുണ്ട്, ഒരു പ്രത്യേകതരം സ്വഭാവമാണെന്ന് തോന്നുന്നു, ഒരു കാണ്ടാമൃഗം പോലെയാണെന്ന് തോന്നുന്നു, നല്ല ദേഷ്യക്കാരനാണ് എന്നൊക്കെ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും. അവർ പോവുകയും ചെയ്തു. അങ്ങനെ ഇവർ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് നമ്മുടെ ഗായത്രി വീണ്ടും അവരുടെ വീട്ടിലെത്തിയപ്പോൾ നരേൻ ഇങ്ങനെ ഉറക്കെ സംസാരിക്കുന്നത് കാണുന്നത്. അപ്പോൾ നരേനെ ഗായത്രി ഉപദേശിക്കണേ, എന്തിനാണ് മോനെ നീ ഇങ്ങനെ ഉറക്കെ സംസാരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോൺ ചെയ്യുന്ന ആൾക്കാരോട് ഒത്തിരി മര്യാദയ്ക്കും മയത്തിലൊക്കെ പറഞ്ഞൂടെ, നീ ഇങ്ങനെ ഉറക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് നിൻ്റെ ആരോഗ്യത്തിനെയും അത് എഫക്റ്റ് ചെയ്യും, നീ എന്താ അത് ആലോചിക്കുന്നത്, എന്താ ആലോചിക്കാത്തത് എന്ന് പറഞ്ഞ് ഗായത്രി അവനെ വഴക്ക് പറയാണ്. സ്നേഹത്തിൻ്റെ പുറത്തുള്ള വഴക്ക് പറച്ചിലാണ്. അപ്പോൾ നരേൻ പറയും, ആ ശരി ചിറ്റേ എന്ന് പറഞ്ഞ് അവരകത്തോട്ട് കയറിപ്പോവും. അങ്ങനെ നരേൻ അവിടെ നിന്ന് സംസാരിക്കുമ്പോഴായിരിക്കും നമ്മുടെ വിനീത് ഒരു ഓട്ടോ ആയിട്ട് അവിടേക്ക് വരും. അപ്പോൾ നരേനെ കണ്ടപ്പോൾ വിനീത് ഹേ ബ്രോ എന്ന് പറഞ്ഞിട്ട് കൈ കാണിക്കും. എന്നിട്ട് നരേൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. അപ്പം നരേൻ ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത പട്ടിലാണ് വിനീതിനെ നോക്കുന്നത്. അപ്പോൾ വിനീത് പറയും, എന്താ എന്നെ മനസ്സിലായില്ലേ, ഞാനാണ് അപ്പുറത്തെ വീട്ടിൽ താമസക്കാരനാണ്, എന്തായാലും ജയപാലിനെ ബ്രോ അടിച്ചൊതുക്കിയല്ലോ, അത് കണ്ടപ്പോൾ പോലെ മോഹൻലാൽ സിനിമയിലെ ഫൈറ്റാണ് എനിക്ക് ഓർമ്മ വന്നത്, എനിക്ക് മോഹൻലാലിൻ്റെ സിനിമ നല്ല ഇഷ്ടമാണ്, ബ്രോനെ കണ്ടറിയാം ബ്രോയും മോഹൻലാൽ ഫാനാണെന്ന് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് വിനീത് ഇങ്ങനെ തള്ളി മറിക്കുകയാണ്. അപ്പോൾ നരേനതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നരേൻ പറയും, അതെ നിങ്ങൾ ശിവാജി ഗണേശൻ ഫാനാണോ എന്ന് വിനീതിനോട് ചോദിക്കും. അപ്പോൾ വിനീത് പറയും, അല്ലല്ലോ എന്തേ, എന്നാൽ ഈ ഹേ ബ്രോ മാറ്റിയിട്ട് വെറും ബ്രോ എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ബ്രോ എന്നും വിളിക്കേണ്ട, എൻ്റെ പേര് വിളിച്ചാൽ മതി, ബ്രോ എന്ന് വിളിക്കാൻ നമ്മൾ തമ്മിൽ അത്ര വലിയ ബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് നരേൻ അകത്തോട്ട് കയറിപ്പോവാണ്. അപ്പോൾ വിനീതിന് ആകെ ഒരു ലഭ്യനായി നിൽക്കുന്ന അവസ്ഥയില്ലേ, അങ്ങനെയാണ്. അപ്പം വിനീത് ആകെ ഒരു മൂടോട്ടം ആയിട്ടാണ് വീട്ടിനകത്തോട്ട് കയറി വരുന്നത്. അപ്പോൾ ഗംഗയൊക്കെ ചോദിക്കുക, എന്താ അയാൾ പറഞ്ഞത്. അപ്പോൾ വിനീത് പറയും, അയാൾ പറഞ്ഞു ഇത്ര ഒച്ച ഉണ്ടാക്കി സംസാരിക്കരുത്, പിന്നെ ബ്രോ എന്നൊന്നും വിളിക്കരുത് എന്നൊക്കെ. അപ്പോൾ ഗംഗ പറയും, അത് അയാൾ പ്രത്യേക സ്വഭാവമാണെന്ന് തോന്നുന്നു, എന്തായാലും പോയ കാര്യങ്ങളൊക്കെ നടന്നില്ലേ വിനീതേട്ടാ, അത് മതി എന്ന് പറഞ്ഞിട്ട് വിനീതിനെ കൊണ്ട് അകത്തോട്ട് പോവാണ്. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, ഇയാൾക്ക് ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു, നമ്മൾ പോണേക്കാൻ മുന്നേ അയാളുടെ റൂമിൻ്റെ മുന്നിൽ ഞാൻ മാലപ്പടക്കം വെച്ച് കെട്ടിയിട്ട് ഞാനത് പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് കാവേരി അവരകത്തോട്ട് കയറാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നരേൻ്റെ വീട്ടിലെല്ലാവരും രാത്രിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നരേൻ വന്നിട്ടില്ല, നരേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നരേൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും നരേൻ്റെ കല്യാണക്കാരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മുത്തശ്ശിയാണെങ്കിൽ ആകെ വിഷമത്തിലാണ്, എല്ലാവരും എന്നെയാണ് കുറ്റം പറയുന്നത്, നരേൻ്റെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധയില്ല എന്നാണ് പറയുന്നത്, പക്ഷെ ഞാനിവിടെ കിടന്ന് ഉരുകുന്നത് ആരെങ്കിലും അറിയുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നരേൻ വരുന്നത്. അപ്പോൾ ഗായത്രി അവനോട് പറയുന്നത്, നിനക്ക് ഇഷ്ടപ്പെട്ട പെരി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിക്കുക എന്ന് പറഞ്ഞ് ഗായത്രി അത് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ നരേൻ പറയും, ചെറിയമ്മ ഒരു വലിയ പീസ് തന്നെ ഇളക്കി വിളമ്പിത്തായി, എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ്, പറയാണ്, നിൻ്റെ അച്ഛൻ്റെ പെങ്ങൾ നിൻ്റെ അമ്മായി വിളിച്ചിരുന്നു എന്നെ,
എന്നിട്ട് എന്നോട് പറഞ്ഞത് അവരാണ് നിൻ്റെ അച്ഛനമ്മയും മരിച്ചപ്പോൾ അവരാണ് കൊണ്ടുപോയി വളർത്തിയിരുന്നതെന്ന് വെച്ചെങ്കിൽ നീ ഇപ്പോൾ കല്യാണം കഴിച്ചൊരു കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചേനെ. ഇപ്പോൾ എൻ്റെ വളർത്തു ദോഷത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് നിൻ്റെ വിവാഹം നടക്കാത്തത് എന്നാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വിവാഹത്തിൻ്റെ കാര്യം നിർബന്ധിക്കുകയാണ്. അപ്പോൾ നരേൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ലെന്ന്, പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയണം. അപ്പോൾ നമ്മുടെ ശിവരാജൻ പറയും, കണ്ടോ അവന് കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് അവനെ വിവാഹത്തിന് നിർബന്ധിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം ശിവരാജൻ്റെ മനസ്സിൽ നരേൻ കല്യാണം കഴിക്കാതിരിക്കണം, എന്നാൽ മാത്രമേ ശിവരാജന് ഈ സ്വത്തുക്കളൊക്കെ ഇങ്ങനെ ഇതുപോലെ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നരേൻ്റെ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിലോട്ട് ഇതൊക്കെ പോകുമല്ലോ എന്നാണ് ശിവരാജൻ്റെ ആദ്യം. അങ്ങനെ അവർ 1, 2 പറഞ്ഞിട്ട് നരേൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ഗായത്രി പോയിട്ട് പറയും, എന്താ മോനെ നീ കഴിക്കാതെ പോയേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവനത് മൈൻഡ് ചെയ്യണില്ല, അവൻ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിവിനെയാണ്. അപ്പോൾ നിവിനാണെച്ചെങ്കിൽ കാവേരിയെ ഫോണിൽ കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാവേരി നിവിൻ്റെ കോൺടാക്റ്റ് നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിവിൻ ഒരു പുതിയ സിം എടുത്തിട്ട് ആ പുതിയ സിമ്മിൽ നിന്ന് അവളെ വിളിക്കാൻ നോക്കുകയാണ്. അപ്പോൾ നിവിൻ്റെ കൂടെ ഒരു കൂട്ടുകാരനും ഉണ്ട്. അങ്ങനെ സിം ആക്ടിവേറ്റ് ആയി കണ്ടപ്പോൾ തന്നെ അവൻ കാവേരിയെ വിളിക്കും. കാവേരിയെ വിളിച്ചപ്പോൾ കാവേരി ഫോൺ എടുക്കും. അപ്പോൾ നിവിൻ പറയും, കാവേരി ഞാനാണ് നിവിൻ എന്ന്. അപ്പോൾ കാവേരിയുടെ വിചാരത്തിൽ നിവിൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കണം. അപ്പോൾ കാവേരി ചോദിക്കും, എന്താ നിവിൻ എന്താ വിളിച്ചത് എന്ന്. അപ്പോൾ നിവിൻ ചോദിക്കും, നീ എന്താണ് എൻ്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തത്, നിനക്കൊന്ന് അൺബ്ലോക്ക് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുക, ഞാൻ നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത് എന്ന്. അപ്പോൾ കാവേരിയുടെ മനസ്സിൽ ചിന്ത എന്താ, വിവാഹം കഴിഞ്ഞിട്ടും ഇവനെന്താ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ കാവേരി പറയും, പ്രശ്നങ്ങൾക്ക് അവസാനിച്ചതല്ലേ നിവിൻ, പിന്നെ എന്തിനാണ് വീണ്ടും പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാൻ വേണ്ടി വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഇതേ സമയത്താണ് നമ്മുടെ ആര് വരുന്നത് അവിടേക്ക്, രാഗിണി വരുന്നത്. അപ്പോൾ രാഗിണി വന്നിട്ട് വരുമ്പോൾ നിവിൻ കാവേരിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ കാവേരി എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ നിവിൻ്റെ അടുത്ത് രാഗിണി വന്നിരുന്നിട്ട് രാഗിണി നിവിൻ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാവേരി കേൾക്കുന്നുണ്ട് ഫോണിലൂടെ. അപ്പോൾ കാവേരിയുടെ ധാരണയിൽ എന്താ കൺഫേമായി ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കണോ എന്ന്. അപ്പോൾ നിവിൻ ഫോൺ കട്ട് ചെയ്തിട്ട് പറയുന്നത്, നിന്നോട് ആരെയും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന്. അപ്പോൾ രാഗിണി പറയാണ്, നിനക്ക് ഓർമ്മയില്ലേ നീ അന്ന് നമ്മളെ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് താലി എൻ്റെ കഴുത്തിൽ വെച്ചത് ഓർമ്മയില്ലേ, നീ താലി എൻ്റെ കഴുത്തിൽ വെച്ച ആ നിമിഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം എന്ന് രാഗിണി പറയുമ്പോൾ നിവിൻ പറയാണ്, എൻ്റെയും ആ ഏറ്റവും മനോഹരമായ നിമിഷം അത് തന്നെയാണ്. പക്ഷേ അത് നിൻ്റെ കഴുത്തിൽ താലി വെച്ചപ്പോഴല്ല, നിൻ്റെ കഴുത്തിൽ നിന്ന് ആ താലി എടുത്തപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം എന്ന് പറഞ്ഞ് രാഗിണിയും നിവിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായിട്ട് നിവിൻ റൂമിൻ്റെ ഉള്ളിൽ കയറി വാതിലടക്കുകയാണ്. അപ്പോൾ നിവിൻ്റെ കൂട്ടുകാരനോട് രാഗിണി പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നും ഇവനെ വിട്ടിട്ട് പോവില്ല, ഇവൻ്റെ പിന്നാലെ തന്നെ ഞാനുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് രാഗിണി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ നിവിനാണെച്ചെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ വിഷമിച്ചിട്ടിരിക്കുകയാണ്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡിൽ നിളേനെ അഡ്മിറ്റ് ചെയ്യാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് വിനീത് ATM പോകുമ്പോഴാണ് ATM ബാലൻസ് ഇല്ലയെന്ന് മനസ്സിലാവുന്നത്. അതായത് ഒരു ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചപ്പോൾ വിനീത് ATM പിൻ നമ്പറും അതുപോലെ ATM കാർഡിൻ്റെ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെയാണ് പൈസ പോയത്. ഇത്രയാണ് നാളത്തെ എപ്പിസോഡ്.